ഹലോ മക്കളെ, യെസ് അവന്യ മിസ് ആണ്. നമ്മൾ ബേസിക് സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തില്ലേ? യെസ്, നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം നമ്മൾ കുറെ എന്താ പഠിക്കുന്നത്? യെസ്, മാഗ്നറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ? അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ബേസിക് ആയിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കും ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. ഒന്നല്ല, ഒരു 3 ടോപ്പിക് ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. അധിക സമയമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് പഠിക്കാം. അതിന് മുന്നേ മിസ് ഒരു കാര്യം പറയട്ടെ. നമ്മളെ ക്ലാസ് 6ലെ 9th ബാച്ച് ജൂലൈ 10th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വെറും 2599 2599 രൂപക്കാണ് നിങ്ങൾക്ക് ഈ ബാച്ച് കിട്ടുന്നത്. റെക്കോർഡഡ് വീഡിയോസ്, ആ റെക്കോർഡഡ് വീഡിയോസിന് ചെറിയ ചെറിയ സബ് ടോപ്പിക്സ് ഉണ്ടാകും. ആ ടോപ്പിക് വീഡിയോസിന് എന്തുണ്ടാകും? നിങ്ങൾക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതായത് ചെക്ക് പോയിന്റ്സ്, അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ്, ഓരോ വീഡിയോസ്, ഓരോ ചാപ്റ്ററും കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂം ലൈവുകൾ ഉണ്ടാകും. അന്ന് നൈറ്റ് തന്നെ ഒരു ചാപ്റ്ററിന്റെ 2 ടൈപ്പ് എക്സാം, MCQ ടൈപ്പ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാംസ് ഉണ്ടാകും. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാക്കൽറ്റീസിനോട് നേരിട്ട് എന്ത് ചെയ്യാം? യെസ്, ഫാക്കൽറ്റീസിനോട് നേരിട്ട് വാട്സ്ആപ്പ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും? യെസ്, നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആപ്പിൽ AI ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മെന്റേഴ്സ് ഉണ്ട്. നിങ്ങളെ പാരന്റ്സിനെ പോലെ, നിങ്ങളെ മിസ്സിനെ പോലെ നിങ്ങളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ മെന്റേഴ്സ് ഉണ്ടാകും കേട്ടോ. ഓക്കെ, സൂം ലൈവുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ വേഗം തന്നെ വന്നോളാം. നമ്മളെ ഓണം എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഇത് ഇവിടെ നടക്കുകയാണ്. ജൂലൈ പകുതിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? ഓണം എക്സാം, മോഡൽ എക്സാംസ് എജുപോർട്ട് നടത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ, വൈകിക്കാൻ പാടില്ല. 6ാം ക്ലാസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ക്ലാസ്സും കൂടിയാണ് കേട്ടോ. ഓക്കെ, വളരെ കൂടുതലും പഠിക്കാനുണ്ട്. 7ാം ക്ലാസ്സിനെ വെച്ച് നോക്കുമ്പോൾ 6ാം ക്ലാസ്സിലാണ് കൂടുതൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതാ ഈ ഒരു നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം തന്നെ നിങ്ങൾ കമന്റ് ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ ജോയിൻ അവർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണുന്നില്ലേ? നമ്മുടെ സൂപ്പർ ബാച്ച് ലിങ്ക്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഡീറ്റെയിൽസ് കൊടുക്കുക, ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്റേഴ്സിൽ വരാൻ പോകുന്ന പോർഷൻസിലെ എക്സാം പോർഷൻസ്, ഓണം പോർഷൻസ്, ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PDF ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ നമ്മളെ A+ ഗ്രൂപ്പിലേക്ക്, ഓണം എക്സാം സ്പെഷ്യൽ A+ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ആ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? PDF ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കുന്നതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഓണം എക്സാമിന്റെ A+ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ മതി. A+ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്തേ. കമന്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ നോട്ട്സ് അല്ലെങ്കിൽ എന്താ ജോയിൻ അവർ A+ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ലിങ്ക് കാണുന്നില്ലേ? അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. ഫ്രീ ആണ്, തികച്ചും ഫ്രീ ആണ്, മടി കാണിക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ ഇത് രണ്ടും ചെയ്തവരാണെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ നിങ്ങൾ യെസ് എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾ കുറെ അധികം ഒബ്ജക്ട്സ് കാണുന്നുണ്ട് അല്ലെ? കുറെ അധികം വസ്തുക്കൾ കാണുന്നുണ്ട്. അയൺ നെയിൽ, പ്ലാസ്റ്റിക് സ്കെയിൽ, സേഫ്റ്റി പിൻ, ഇറൈസർ, പേപ്പർ ക്ലിപ്പ്, വുഡൻ പെൻസിൽ, പേപ്പർ, സ്റ്റീൽ സ്പൂൺ, നീഡിൽ, പ്ലാസ്റ്റിക് ബോട്ടിൽ ക്യാപ്പ്, ദെൻ ക്ലോത്ത് അല്ലേ? ഇത്രയും ഒബ്ജക്ട്സ് മിസ് എന്തിനാ തന്നെന്നറിയോ? നിങ്ങളെ ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് എന്താ ഫസ്റ്റ് ടോപ്പിക്? യെസ്, മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലേ? അതായത് കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും. അതായത് ഫസ്റ്റ് നമുക്ക് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കാന്തിക വസ്തുക്കൾ എന്താണെന്ന് പഠിക്കാം. അതായത് കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെയാണ് കാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ മറിച്ച് അകാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്തായിരിക്കും? പോരട്ടെ, പറഞ്ഞോളൂ, എന്താണ്? യെസ്, കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെയാണ് അകാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയാം. വളരെ ക്ലിയർ ആണല്ലേ? ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വായിച്ചു നോക്കാം. ഇനി ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയായിരിക്കും. കുറച്ചധികം ഒബ്ജക്ട്സ് ഇവിടെ തരും. ഒബ്ജക്ട്സ് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറയും. അതായത് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ടും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ടും കാന്തിക വസ്തുക്കളായിട്ടും അകാന്തിക വസ്തുക്കളായിട്ടും ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ വെറുതെ ഇറൈസർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇറൈസർ ഒരു റബ്ബർ മെറ്റീരിയലാണ്. ഈ റബ്ബർ എന്ത് ചെയ്യില്ല? മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യില്ല അല്ലെങ്കിൽ ആകർഷിക്കൂല. അപ്പൊ ഇതൊരു നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് അല്ലെങ്കിൽ അകാന്തിക വസ്തുക്കളാണ്. ഒരു സേഫ്റ്റി പിന്ന് ഇതെന്ത് ചെയ്യും? ചിലപ്പോൾ ആകർഷിക്കും. അങ്ങനെ ഓരോ എക്സാമ്പിളിനെയും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, എന്നിട്ട് ക്ലാസിഫൈ ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. എക്സാമ്പിൾസ് ഇങ്ങനെ തരികയാണെങ്കിൽ അല്ലേ? ജസ്റ്റ് ഈ ഒബ്ജക്ട്സ് നമുക്ക് അറിയാമായിരിക്കും. നമുക്ക് അറിയുന്ന സാധനങ്ങൾ മാത്രമേ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുള്ളൂ. അതൊന്ന് ആലോചിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ടോപ്പിക്. ദെൻ സെക്കൻഡ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പോൾസ് ആണ്, അഥവാ കാന്തിക ധ്രുവങ്ങളാണ്. ഇതിപ്പോ പോൾസ് എന്ന് പറഞ്ഞാൽ
കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും പോൾസ് ഉണ്ട്. ഈ ഒരു പേനക്കായാലും ഈ അറ്റവുമാണ് ഇതിന്റെ പോൾസ്. ഈ ഒരു റിമോട്ടിനായാലും ഈ അറ്റവുമാണ് ഇതിന്റെ പോൾസ്. എല്ലാത്തിനും പോൾസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ മാഗ്നറ്റിനും എന്തുണ്ട്? പോൾസ് ഉണ്ട് അല്ലെ. നോക്കിക്കോ, ഇതാ എന്നും എസും, അതായത് നോർത്ത് പോളും സൗത്ത് പോളും അല്ലെ, ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം എന്ന് കേട്ടിട്ടില്ലേ? എല്ലാത്തിനും പോൾസ് ഉണ്ട്. അതുപോലെ തന്നെ മാഗ്നറ്റിനും പോൾസ് ഉണ്ട്. ഇനി ഈ മാഗ്നറ്റ് മിസ് കട്ട് ചെയ്താലോ? കട്ട് ചെയ്ത സമയത്തും 2 പോൾ എന്തായാലും ഉണ്ടാവൂലേ? ഇതിപ്പോ പൊട്ടിച്ചാൽ ഇതിന് 2 പോൾ ഉണ്ടാവൂലേ? ഉണ്ടാകും. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്നറിയോ? ഈ മാഗ്നറ്റിന് എല്ലായിടും എന്തുണ്ടാകും? എല്ലാ സ്ഥലത്തും കാന്തിക ഫലം ഉണ്ടാകും, അല്ലെങ്കിൽ എന്താ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകും അല്ലെ. ബട്ട് പോൾസിലാണ് ഇതിന്റെ ഫലം കൂടുതൽ. മനസ്സിലായോ? അതായത് മാഗ്നറ്റിന്റെ ഈ ഒരു അറ്റത്ത്, ഈ 2 അറ്റത്തുമാണ് ഇതിന്റെ ഫലം ഓർ മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതൽ. ഇതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. അപ്പൊ നിങ്ങളോട് ചോദിക്കും, മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് പോള്, അതായത് കാന്തിക ധ്രുവങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ദൃശ്യമാണോ? വിസിബിൾ ആണോ? കാണാൻ പറ്റുന്നില്ലേ? ഈ ഒരു മാഗ്നറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ 2 പോളും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നില്ലേ? വേണ്ട, ഇങ്ങനെ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താണ് മാഗ്നറ്റിക് പോൾസ് അല്ലെ? മാഗ്നറ്റിക് പോൾസ് എന്താണ് വിസിബിൾ ആണ്. മനസ്സിലാക്കണം, വിസിബിൾ ആണ്, അല്ലെങ്കിൽ ദൃശ്യമാണ്. മലയാളീകരിക്കുകയാണെങ്കിൽ ദൃശ്യമാണ് എന്ന് പറയാം. ഓക്കെ, വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇവിടെയാണ് അട്രാക്ഷൻ കൂടുതൽ, ആകർഷണം കൂടുതൽ. അപ്പൊ പോൾസിൽ എന്തും കൂടി ഉണ്ടാകും? അതെ, അട്രാക്ഷൻ കൂടുതലായിരിക്കും അല്ലെ. അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതാണ് നമ്മൾ കാന്തിക ധ്രുവങ്ങൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസിനെ പറ്റി പഠിക്കാനുള്ളത്. ക്ലിയർ? ഇനി നിങ്ങളോട് ഒരു എക്സാമ്പിൾ മിസ് പറയട്ടെ. ഇതൊരു കാന്തമാണെങ്കിൽ അടുത്തൊരു കാന്തം മിസ് ഇങ്ങനെ കൊണ്ടുവരിക. കാന്തം അല്ലെങ്കിൽ ഇരുമ്പ് എന്തോ ആവട്ടെ, മിസ് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അടുത്തെത്തുന്ന സമയത്ത് തന്നെ ഇത് കാര്യം ഇങ്ങനെ അട്രാക്ട് ചെയ്യാന്ന് കാണല്ലേ? യെസ്, ആക്രാന്തത്തോടെ അട്രാക്ട് ചെയ്ത് നിങ്ങൾ കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഒരു മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട്? ആ ഒരു കാന്തിക ഫലമുണ്ട്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. എന്തുണ്ട്? ചുറ്റും കാന്തിക ഫലമുണ്ട്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. ആ ഒരു കാന്തിക ഫലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ള ആ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ആ ഒരു കാന്തിക ഫലം അനുഭവപ്പെടുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക ഫലം എന്ന് പറയുന്നത്. ഇനി നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക ഫലം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഫീൽഡ് ഉണ്ടെന്ന് കാണാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണല്ലേ. അട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫലം ഉണ്ട്, ആ ഫലമുള്ള സ്ഥലമാണ് കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പൊ എന്ത് പറയണം? കാന്തിക മണ്ഡലം അദൃശ്യമാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻവിസിബിൾ. ഓർമ്മിക്കണം, ഇത് ഇൻവിസിബിൾ ആണ്. മാഗ്നറ്റിക് പോൾ എന്തായിരുന്നു? പോള് വിസിബിൾ ആയിരുന്നു. ഇതെന്താണ്? അതായത് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലം എന്താണ്? ഇൻവിസിബിൾ ആണ്. അപ്പോഴാണ് മൂന്നാമതൊരാൾ വരുന്നത്. ഈ ഒരു എക്സ്പെരിമെന്റ് ടെക്സ്റ്റിൽ കണ്ടിട്ടില്ലേ? ഇവിടെ എന്തായിരുന്നു? ഇവിടെ നമ്മളൊരു എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയിട്ട് കുറെ ലൈൻസ് ഇങ്ങനെ വരാൻ തുടങ്ങി അല്ലെ. ഇങ്ങനെയും ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറെ ലൈൻസ് ഇങ്ങനെ വരാൻ തുടങ്ങി. ഈ ലൈൻസ് നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ നമ്മൾ ഇരുമ്പ് പൊടി വെച്ച് ചെയ്തപ്പം കണ്ടു. അല്ലാണ്ട് നിങ്ങൾ മാഗ്നറ്റിന്റെ ചുറ്റും ലൈൻസ് കാണുന്നുണ്ടോ? ഇല്ല. അപ്പോ ഈ ലൈൻസിന് എന്താ പറയാ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, കാന്തിക മണ്ഡല രേഖകൾ. എന്താ പറയാ? കാന്തിക മണ്ഡല രേഖകൾ. ഓക്കെ, എന്താ പറയാ? കാന്തിക മണ്ഡല രേഖകൾ എന്നാ പറയാ. ഇത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് നിങ്ങൾ കാണുന്നില്ല. അപ്പം ഇതും എന്താണ്? ഇൻവിസിബിൾ ആണ്, അഥവാ അദൃശ്യമാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിച്ചത് ചാപ്റ്ററിന്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് പഠിച്ചത് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, അതായത് കാന്തിക
വസ്തുക്കളും അകാന്തിക വസ്തുക്കളും. പിന്നെ പഠിച്ചത് മാഗ്നറ്റിക് പോൾസ് ആണ്, അല്ലെങ്കിൽ എന്താ കാന്തിക ധ്രുവങ്ങളാണ്. ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താണ്? പോൾസിലായിരിക്കും അട്രാക്ഷൻ കൂടുതൽ, അല്ലെങ്കിൽ ആകർഷണ ബലം കൂടുതൽ. മൂന്നാമത് പഠിച്ചത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ്, അല്ലെങ്കിൽ എന്താണ്? കാന്തിക മണ്ഡലത്തെ കുറിച്ചാണ്. ആ കാന്തിക മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാന്തിക ഫലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ക്ലിയർ? നാലാമത് നമ്മൾ എന്താ പഠിച്ചേ? ഈ കാന്തിക മണ്ഡലത്തിൽ ഒരു രേഖകളും കൂടി ഉണ്ട്. ആ രേഖകളാണ് എന്താ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, അല്ലെങ്കിൽ കാന്തിക മണ്ഡല രേഖകൾ എന്ന് പറയുന്നത്. ഈ രേഖകളെ നമുക്ക് കാണാൻ പറ്റുമോ? ഈ രേഖകളെ നമുക്ക് കാണാൻ പറ്റില്ല. ഇതും ഇൻവിസിബിൾ ആണ്, അല്ലെങ്കിൽ അദൃശ്യമാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി വരും വീഡിയോസിൽ മിസ് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. അടിപൊളിയായിട്ട് പഠിക്കുക. പഠിച്ചാൽ മാത്രം പോരാ, ഓണം എക്സാമിന് ഒരു മോഡൽ എക്സാം നിങ്ങൾ എഴുതി നോക്കി തന്നെ വേണം. കഴിഞ്ഞ പ്രാവശ്യം മാറി വന്ന ടെക്സ്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഓണം എക്സാമിൽ എന്തായാലും നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടില്ല. നിങ്ങൾ എഴുതി വെച്ചോ, A ഗ്രേഡ് കിട്ടില്ല. നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിച്ചാൽ മാത്രം പോരാ, എക്സാമിന് നന്നായിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വരിക. അത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം. അതിനുള്ള ഒരു വഴിയാണ് ഇവിടെ ഓരോ ചാപ്റ്റേഴ്സും 2 യൂണിറ്റ് ടെസ്റ്റുകൾ വീതം സെറ്റാണ്. അതുപോലെ തന്നെ ഓണം എക്സാമിന്റെ മോഡൽ എക്സാം ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ കേട്ടോ. ജൂലൈ പകുതിയോടെ നമ്മൾ ഓണം എക്സാമിന്റെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഓണം എക്സാമിന്റെ തീയതി മറക്കണ്ട, ഓഗസ്റ്റ് 13 എന്നാണ് ഇപ്പൊ കിട്ടിയേക്കുന്ന വിവരം. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. നമ്മൾ 9th ബാച്ച് ആണ്. 9th ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ജൂലൈ 10th ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് സൂപ്പർ ബാച്ചിന്റെ ലിങ്ക് കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, ഡീറ്റെയിൽസ് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യാം. അതുപോലെ ഓണം എക്സാമിന്റെ പോർഷൻസ്, ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ് ഒക്കെ അടങ്ങുന്ന PDF ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത് നമ്മൾ A+ ഗ്രൂപ്പിലേക്ക് മാത്രമായിരിക്കും കൊടുക്കുന്നുണ്ട്. A+ വാങ്ങണം എന്നുള്ള മക്കൾ മാത്രം എന്ത് ചെയ്താൽ മതി? A+ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പൊ ആ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എവിടെ ഉണ്ട്? യെസ്, ഫോർ നോട്ട്സ് അല്ലെങ്കിൽ ജോയിൻ അവർ A+ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ലിങ്ക് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കാണാൻ വേണ്ടി പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. ഫ്രീ ആണ്, തികച്ചും തികച്ചും ഫ്രീ ആണ്. മടിക്കരുത്, വേഗം തന്നെ ജോയിൻ ചെയ്തോളാം, പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ഈ ഒരു ചാപ്റ്ററിലെ ഇതുപോലത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആയിട്ട് മിസ് വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സെറ്റ് ആണെങ്കിൽ ജസ്റ്റ് സെറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.